സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരു മനുഷ്യൻ ഭഗവാനെ എങ്ങനെ പ്രാപിക്കും? ഈ ചോദ്യം ഒരിക്കൽ അസുര രാജാവായ ഹിരണ്യകശിപു തൻ്റെ മകനായ പ്രഹ്ലാദനോട് ചോദിച്ചു. അപ്പോൾ കുഞ്ഞായിരുന്ന പ്രഹ്ലാദൻ പറഞ്ഞത് ഭക്തിയുടെ അതുല്യമായ രഹസ്യമായിരുന്നു. ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. നവതാഭക്തി, ഭഗവാനിലേക്കുള്ള 9 വഴികൾ. ആ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ശ്രവണം. ഭഗവാന്റെ മഹത്വവും കഥകളും ഭക്തിയോടെ കേൾക്കുക. ഇത് ചെയ്ത മഹാഭക്തൻ പരീക്ഷിത് മഹാരാജാവാണ്. രണ്ടാമത്, കീർത്തനം. ഭഗവാന്റെ നാമം പാടി ലോകമെമ്പാടും പ്രചരിപ്പിക്കുക. അത് ഭജനമായും നാമമായും ആകാം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നാരദ മഹർഷിയാണ്. മൂന്നാമത്, സ്മരണം. എന്ത് ജോലി ചെയ്താലും മനസ്സിൽ ഭഗവാനെ ഓർക്കുക. ഇത് ജീവിതമാക്കിയവനാണ് പ്രഹ്ലാദൻ. നാലാമത്, പാദസേവനം. ഭഗവാന്റെ പാദങ്ങളിൽ സേവനമർപ്പിക്കുക. ഇത് ചെയ്തത് മഹാദേവി മഹാലക്ഷ്മി. അഞ്ചാമത്, അർച്ചനം. സ്നേഹത്തോടെ പൂക്കളും പൂജയും സമർപ്പിക്കുക. പൃഥു മഹാരാജാവ് ചെയ്തതുപോലെ. ആറാമതായി, വന്ദനം. അഹങ്കാരം വിട്ട് വിനയത്തോടെ ഭഗവാനെ പ്രണമിക്കുക. അക്രൂരൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്തതുപോലെ. ഏഴാമതായി, ദാസ്യം. ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവത്തോടെ സ്നേഹിക്കുക, സേവിക്കുക. ഇത് ജീവിച്ചു കാട്ടിയത് ഹനുമാൻ സ്വാമിയാണ്. എട്ടാമതായി, സഖ്യം. ഭഗവാനെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുക. ഇത് അനുഭവിച്ചവരാണ് അർജുനനും കുചേലനും. ഒമ്പതാമത്, ആത്മനിവേദനം. ഞാനും എൻ്റേതും എല്ലാം അങ്ങയുടേതാണ് എന്ന് പൂർണ്ണമായും സമർപ്പിക്കുക. ഇത് ചെയ്ത മഹാഭക്തൻ ബലിചക്രവർത്തിയാണ്. ഈ 9 വഴികളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോലും സഞ്ചരിച്ചാൽ മതി, ഭഗവാൻ സ്വയം നമ്മെ തേടിയെത്തും. ഈ കലിയുഗത്തിൽ ഏറ്റവും ലളിതമായ 2 വഴികൾ നാമജപം, കീർത്തനം, ഭഗവത് ചിന്ത, സ്മരണം. അതിനാൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഭഗവാനെ പ്രാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഏതാണ്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.